ബംഗ്ലാദേശും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം ഇപ്പോൾ ശക്തമാവുകയാണ്. 2024 ഓഗസ്റ്റിലെ ഭരണമാറ്റത്തിനു ശേഷം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പാകിസ്ഥാനുമായി പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്ത്രപ്രധാനമായ മേഖലയിൽ പുതിയതും സംശയാസ്പദമായ ഒരു കൂട്ടുകെട്ടിന് കളമൊരുങ്ങുകയാണ്. ഇതോടെ ഉയർന്നുവരുന്ന വിമർശനം പാകിസ്ഥാന്റെ ഒപ്പം കൂടി നശിക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് ആണെന്നാണ്. ബംഗ്ലാദേശിനെ കൂടെ കൂട്ടി ഇന്ത്യയെ നശിപ്പിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം. അയൽ രാജ്യങ്ങളുടെ നിലവിലുള്ള സ്വാധീനത്തെ ദുർബലപ്പെടുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന വ്യക്തമായ ശ്രമങ്ങൾക്ക് ബംഗ്ലാദേശ് കൂട്ടുനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിലെ ഏറ്റവും അപകടകരമായ ഘടകം. ബംഗ്ലാദേശ് യുദ്ധവിമാന പൈലറ്റുമാരെയും സാങ്കേതിക വിദഗ്ധരെയും വിപുലമായ പരിശീലനത്തിനായി പാകിസ്ഥാനിലേക്ക് അയച്ച നടപടി കേവലം സൈനിക സഹകരണത്തിനൊപ്പം സൈനിക സംവിധാനത്തെ പാകിസ്ഥാൻ വലയത്തിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. പാകിസ്ഥാനിലെ പ്രതിരോധ വ്യവസായമായ ഹെവി ഇൻഡസ്ട്രീസ് ടാക്സില ബംഗ്ലാദേശിന്റെ പഴകിയ ടാങ്ക് കപ്പലുകൾ നവീകരിക്കാൻ മുന്നോട്ട് വന്നത് പ്രതിരോധ സാമഗ്രികളുടെ വിൽപ്പനയിലൂടെ ദീർഘകാലത്തേക്ക് ബംഗ്ലാദേശിനെ തങ്ങളുടെ ആശ്രിതത്വത്തിൽ നിർത്താനുള്ള വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. ഈ സഹകരണം ഭാവിയിൽ വിനാശകരമായ മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലേക്ക് വരെ നയിക്കുമോ എന്ന ആശങ്കയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. ഇത് മേഖലയിലെ സൈനികവൽക്കരണത്തിന് ആക്കം കൂട്ടുകയും പ്രാദേശിക സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുകയും ചെയ്യും. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പുറത്താക്കപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശിൽ ഉടലെടുത്ത രാഷ്ട്രീയ ശൂന്യതയാണ് പാകിസ്ഥാൻ അവരുടെ സ്വാധീനം ഉറപ്പാക്കാൻ പ്രധാനമായും മുതലെടുക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല നേതൃത്വം ഇന്ത്യൻ വിരുദ്ധ വിദേശ നയം സ്വീകരിച്ച് പാകിസ്ഥാന് ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. വെടിക്കോപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലൂടെയും ഉന്നതതല സൈനിക സംഭാഷണങ്ങളിലൂടെയും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടുന്നുവെന്ന് വ്യക്തം. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ ആധിപത്യത്തെ തകർക്കാൻ ബംഗ്ലാദേശിനെ ഒരു ഉപകരണമായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത്. സൈനിക പരിശീലനങ്ങളുടെ പുനർജീവനം, വ്യാപാര ഇളവുകൾ, പാക് പ്രതിനിധികളുടെ പതിവ് സന്ദർശനങ്ങൾ എന്നിവയെല്ലാം ധാക്കയിലെ സായുധ സേനയെ പാകിസ്ഥാൻ നിയന്ത്രണത്തിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ്. 2024 ഓഗസ്റ്റ് മുതൽ തുടർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ നിരന്തര സന്ദർശനങ്ങൾ ബന്ധം സ്ഥാപിക്കാനുള്ള നല്ല ശ്രമങ്ങളായി കാണാൻ കഴിയില്ല. മറിച്ച് ഇത് ഇടക്കാല സർക്കാരിന്റെ ദുർബലത മുതലെടുത്ത് ദീർഘകാല പ്രതിരോധ സഹകരണത്തിലൂടെ ബംഗ്ലാദേശിനെ പാക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഏകോപിത തന്ത്രമാണ്. ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ തബസും ഹബീബ്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിൽ ഷംഷാദ് മിർസ, പാക് നാവികസേനയുടെ ഫ്രിഗേറ്റ് PNA സെയ്ഫിന്റെ സൗഹാർദ്ദ സന്ദർശനം എന്നിവയെല്ലാം ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. കൂടാതെ പാകിസ്ഥാന്റെ പ്രതിരോധ വ്യവസായം എന്നിവയുടെ പ്രതിനിധി സംഘങ്ങളുടെ സാന്നിധ്യം ഈ ബന്ധം വെറും സൗഹാർദ്ദപരമല്ല, മറിച്ച് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒന്നാണെന്ന് അടിവരയിടുന്നു. ബംഗ്ലാദേശിന്റെ കവചിത കപ്പലുകൾ ആധുനികവൽക്കരിക്കാനുള്ള പാകിസ്ഥാൻ പ്രതിരോധ വ്യവസായത്തിന് ബംഗ്ലാദേശിൽ സ്ഥിരമായ സ്വാധീനം ഉറപ്പാക്കാൻ അവസരം നൽകും. മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നത് ഒരു ഊഹാപോഹമായി തുടരുമ്പോൾ പോലും പാകിസ്ഥാന്റെയും അതിന്റെ അടുത്ത സഖ്യകക്ഷിയായ ചൈനയുടെയും പിന്തുണയോടെ നൂതന സംവിധാനങ്ങൾ ബംഗ്ലാദേശിൽ എത്താനുള്ള സാധ്യതയുണ്ട്.